പ്രതിപക്ഷേതാവിൻ്റെ മറുപടി ഏതായാലും ഇന്ന് ചർച്ചയായിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്. ഞാൻ കണ്ടു, അത് ഞാൻ ശ്രദ്ധിച്ചു. അതേ ഇപ്പം മീഡിയയിൽ കണ്ടുള്ളൂ. തീർച്ചയായും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നമ്മുടെ ബഹുമാന്യനായ AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയുടെ അവസാന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും ക്ഷണിച്ചിരുന്നു. വെടികൊടുത്ത് അടിവാങ്ങുക എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞുപോയ കേരള ജനത വളരെയേറെ മനസ്സിനെ വേദനിപ്പിച്ച ചില രംഗങ്ങളും അതുപോലെ തന്നെ ദിനങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് വർഗീയ കലാപങ്ങൾ നടന്ന് മാറാട് പോലെയുള്ള അങ്ങനെ പല കലാപങ്ങളും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അത് ആര് ഭരിച്ചാലും ആരായിരുന്നു ആ സമയത്ത് ഭരണം ഉണ്ടായിരുന്നത് അതല്ല വിഷയം. പക്ഷെ അത്രയും കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം അത് ഇനി ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൽ. കാരണം കേരളം എന്നുള്ളത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കലാപമോ ഒരു ഭിന്നിപ്പോ അതുപോലെ തന്നെ ഇവിടെ പരസ്പരമുള്ള കലഹങ്ങളോ വിയോജിപ്പോ വെറുപ്പിന്റെ രാഷ്ട്രീയമോ വെറുപ്പിന്റെ മതമോ വെറുപ്പിന്റെ ജാതിയോ ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ് നമ്മുടെ കേരളീയർ. എന്നിട്ട് പോലും ചില അധികാരമോഹത്തിന് അല്ലെങ്കിൽ വോട്ട് വീണ്ടും നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞുപോയ ഇത്തരം അനുഭവങ്ങൾ വീണ്ടും വീണ്ടും, അതുമാത്രമല്ല നല്ലൊരു നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ആ ഒരു സ്റ്റേജ്, ആ സദസ്സ്, അത് ആത്മീയ സദസ്സാണ്. അതിലാണ് ഈ രക്തച്ചൊരിച്ചിലെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ജനങ്ങൾ മരണപ്പെട്ട ആളുകളെക്കുറിച്ചും അതിനൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ സത്യത്തിൽ സഹികെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്നാ ഒന്ന് നോക്കിക്കളയാം എന്ന് കരുതി മൂപ്പര് നല്ലൊരു വെടിയണ്ട് പൊട്ടിച്ചു. അതാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ കേരളം വൈറലായി എന്നുള്ളത്. എല്ലാ ആളുകളും അത് കേട്ടു എന്നുള്ളത്. ഏതായാലും അതൊന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രത്യേക കാലമാണ്, കെട്ടകാലമാണ്. രാജ്യത്തുടനീളം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു വിഭാഗം ജനതയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നമ്മളെ ശത്രുക്കളാക്കാൻ, അതിലൂടെ അധികാരത്തിലെത്താൻ, അധികാരം പിടിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കുന്നു. അതിനെതിരായി നമ്മൾ പോരാടേണ്ടത് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊരു ലേഖനം വായിച്ചു.